അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയറാബി വന്നിട്ട് പറയാണ്, പൊന്നാര നബി, എൻ്റെ ഭാര്യ പ്രസവിച്ചു, കുട്ടി നന്നാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? മൂന്ന് കാര്യം ജീവിതത്തിൽ പകർത്തിയ നിന്റെ കുട്ടി നല്ല മോനാകും മോനെ. ഹബീബുനാ റസൂലുള്ളാഹ് ഒന്നാമത്തെ നബി തങ്ങൾ പറഞ്ഞത്, നീ ഹലാലായ ഭക്ഷണമേ മകന് കൊടുക്കാൻ പാടുള്ളൂ. ഹലാലായ ഭക്ഷണമേ കൊടുക്കാവൂ. ആരാന്റെ കട്ട പൈസ കൊണ്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കരുത്. നിങ്ങൾ എങ്ങനെങ്കിലും പൈസ അടിച്ചു മാറ്റി കൊണ്ടുവന്നോളി നല്ല ഭാര്യ പറയേണ്ടത്. ഇക്കാ ഹറാമായ പൈസ എനിക്കോ എന്റെ മക്കൾക്കോ തിന്നാൻ തരരുതേ. ഹറാമിൻ്റെത് വേണ്ട. ഹറാമിൽ നിന്നു മുളച്ചു പൊങ്ങി വന്നത് അതിന് പിന്നെ നരകമാണ്, അതിൽ ഖൈറുണ്ടാകൂല. അപ്പൊ മക്കളൊക്കെ വളർത്തുന്ന എല്ലാ രക്ഷിതാക്കൾക്കും വലിയ ആശങ്കയുള്ള കാര്യമാണ് മക്കളെ കാര്യം, അല്ലെ? വയസ്സാങ്കാലത്ത് ഇവർ കുത്തിക്കൊല്ലോ സംരക്ഷിക്കോ ഒന്നും പിടുത്തല്ലാത്ത കാലാണ്. ഡ്രഗ്സിന്റെയും ലഹരിയുടെയും കാലഘട്ടമാണ്, അല്ല കാക്കട്ടെ. അപ്പൊ ഈ മക്കള് നന്നായി കിട്ടാൻ മൂന്ന് കാര്യം അനുബിധങ്ങൾ പഠിപ്പിച്ചത്. ഒന്നാമത്തത് ഹലാലായ ഭക്ഷണം കൊടുക്കണം. അത് വാപ്പാരായ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിന്റെ കുട്ടിക്ക് ശറഅ് പഠിപ്പിച്ചു കൊടുക്കണം, അള്ളാന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. 6ാം ക്ലാസ് എന്നൊക്കെ മദ്രസ നിർത്താൻ നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ പറയും. അന്തല്ലാത്ത കാലത്ത് അങ്ങനെയാണ്. ഞാനും ദർസ് പഠിക്കുന്ന കാലത്ത് 2 പ്രാവശ്യം നിർത്തി പോന്നിട്ടുണ്ട് മതിയാക്കിയിട്ട്. എൻ്റെ വാപ്പ പറഞ്ഞൊരു വറ്റ് തിന്നാൻ തരൂല, പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടാക്കി. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, ഞാൻ ഇനി ദർസ് പോകുന്നില്ല, ഇനി സയൻസ് അന്നൊരു സയൻസ് ലവർ ആയതുകൊണ്ട് ശാസ്ത്രം പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് +1 +2 സയൻസ് എടുത്തു. കോഴിക്കോട് ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിൽ പോയി. അന്നത്തെ ഒരു പ്രസിദ്ധമായ റൈസ് കോച്ചിങ് സെൻ്റർ ഉണ്ട്, അവിടെ പോയി എൻട്രൻസ് കോച്ചിങ് ചെയ്തു. അങ്ങനെ ഗോവയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്, NIT എന്ന് പറയും. അവിടെ എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ട് അവിടുത്തെ അലോട്ട്മെൻറ്റിൽ ഇടം നേടി. അങ്ങനെ അതിൻ്റെ അടുത്ത പ്രോസസ്സുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നിട്ട് വരുന്ന സമയത്താണ് ഇനി അവിടേക്ക് പോകുന്നില്ല, അവിടെ പോയി കഴിഞ്ഞാൽ ദീനി പഠനം കിട്ടൂല എന്ന് പറഞ്ഞു. ഉപ്പ പിന്നെ തിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ വളാഞ്ചേരി മർക്കസിൽ പോയിട്ട് വാഫി ബിരുദം എടുക്കുന്നത്. 2020 പുറത്തിറങ്ങി. 2014 പോയി, 2020 അവിടെ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്തും ഞാൻ 2-3 പ്രാവശ്യം നിർത്തി പോകുന്നതാണ്. അന്നത്തെ ബുദ്ധിയിൽ അങ്ങനെ തോന്നും. അന്ന് അത് മോനെ നിന്റെ ഇഷ്ടത്തിനായിക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരു മനുഷ്യക്കുട്ടി അറിയാത്ത ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടാവും, ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ടാവും. അള്ളാഹിൻ്റെ ദീൻ പഠിച്ചുകൊണ്ട് അൽഹംദുലില്ലാ, അഹങ്കാരം പറയുന്നതല്ല. എത്രയോ ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ ഓരോ ദിവസങ്ങളിലും അള്ളാഹു അവസരം നൽകുകയാണ്. അപ്പോൾ ദീനീ പഠനം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. എൻ്റെ ഉമ്മമാർ മനസ്സിലാക്കണം, ആണുങ്ങളും പെണ്ണുങ്ങളും. അതുകൊണ്ട് ഭൗതിക പഠനം നഷ്ടപ്പെടുമെന്ന് കരുതണ്ട. എത്ര ദീനീ പഠനം പഠിച്ച കുട്ടികൾ എത്ര ഉന്നത നിലവാരത്തിലേക്ക് എത്തുന്നുണ്ട്. ഞാനൊരു എൻട്രൻസ് കോച്ചിങ് അധ്യാപകനാണ്. എൻ്റെ ജോബ് അതാണ്, മെയിൻ കരിയർ അതാണ്, ഫിസിക്സ് അധ്യാപകൻ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഒരു എൻട്രൻസ് കോച്ചിങ് അക്കാഡമിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ധാരാളം 100 കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നമ്മുടെ സമുദായത്തിലെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. പല കുട്ടികളോട് ഞാൻ ചുമ്മാ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ട് നിങ്ങളെ മതപഠനമൊക്കെ? ഇപ്പം അടുത്ത് 60 പെൺകുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 4 പെൺകുട്ടികൾ മറ്റു സഹോദര മതത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്, 56 നമ്മുടെ ജാതിയാണ്. ഞാൻ ചോദിച്ചു, എത്ര പേര് മദ്രസ പോയിട്ടുണ്ട്? എല്ലാവരും കൈ പൊക്കി പോയിട്ടുണ്ട്. പിന്നെ ചോദിച്ചു, എത്ര പേര് 10ാം ക്ലാസ് വരെ മതപഠനത്തിന് പോയിട്ടുണ്ട്? 6 ആൾ പോയിട്ടുണ്ട്. 6 ആൾ കൈ പൊക്കി, ഉസ്താദെ ഞങ്ങൾ 10 വരെ പോയിട്ടുണ്ട്. ബാക്കി വലിയൊരു എമൗണ്ട് ആളുകളും 50-ഓളം ആളുകൾ, 48-49 ആളുകൾ മതപഠനം ചെയ്തിട്ടില്ല. എത്രാം ക്ലാസ് നിർത്തി? 5 നിർത്തി, 6 നിർത്തി, 7 നിർത്തി മതപഠനം. 6 7 പ്രധാനപ്പെട്ട മസലൊന്നും കുട്ടികളെ പഠിപ്പിക്കൂല, അതൊക്കെ മുതിർന്ന ക്ലാസ്സിലേ പഠിപ്പിക്കുള്ളൂ. അപ്പൊ 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നിന്ന് അള്ളാന്റെ മതം നിർത്തി. ഭൗതികത 8ാം ക്ലാസ് പോയി, 9 പോയി, 10 പോയി, +1 പോയി, +2 പോയി. എൻട്രൻസ് കോച്ചിങ്ങിന് 2 ലക്ഷം രൂപ, 2.25 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് വാപ്പമാർ ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കാണ്. വാപ്പാക്ക് കുഴപ്പമില്ല, ഉമ്മാക്ക് കുഴപ്പമില്ല. ചില കുട്ടികൾ ഡെയിലി ഡേ സ്കൂളിംഗ് ബാച്ച് ഉണ്ട് അവിടെ. 100-200ഓളം കുട്ടികൾ ഡേ സ്കൂളിംഗ് രാവിലെ വന്നു പോകുന്ന റിപ്പീറ്റേഴ്സ് ഉണ്ട്. ഇപ്പം രാവിലെ 7 മണിക്ക് 7:30 മണിക്ക് ക്ലാസ് തുടങ്ങും, കോച്ചിങ് ക്ലാസ്. സുബ്ഹാന റബ്ബി. ആ കോച്ചിങ് ക്ലാസ്സിന് വേണ്ടി ഇവർ വീട്ടിൽ നിന്ന് 5:30 മണിക്ക് 6 മണിക്ക് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നു. വൈകുന്നേരം വരെ ക്ലാസ്സാണ്, 5 മണി വരെ. അവരെ അവിടെ ഇരുന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകുന്നു. ഒരു കുഴപ്പമില്ല, 2-3 ബസ് കയറി വരുന്നു, പ്രശ്നമില്ല. പക്ഷെ അള്ളാന്റെ മദ്രസ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നില്ല. മോള് മദ്രസ നിർത്തി, വാപ്പാക്കും കുഴപ്പമില്ല, ഉമ്മാക്കും കുഴപ്പമില്ല.
ആഖിറത്തിലല്ല ദുനിയാവ് തന്നെ തിരിച്ചടി കിട്ടും. വലിയ വിഷയമാണിത്. വളരെ സ്നേഹത്തോടെ പറയാം, നിങ്ങളെ മക്കളെ ദീൻ പഠിപ്പിച്ചാൽ ലാഭമല്ലാണ്ട് നഷ്ടമല്ല. ഇവിടെയൊക്കെ മതപഠന കലാലയങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയുടെ കലാലയത്തിൽ കൊണ്ടുപോയി മക്കൾ ദീൻ പഠിപ്പിക്കും. അല്ലെങ്കിൽ അള്ളാഹു തിരിച്ചു പണി തരും. ഒരു സംശയം, സംശയം വേണ്ട. ഒരു സംശയം വേണ്ട. ദീനീ പഠനം അള്ളാഹ് നിങ്ങൾ സൈഡാക്കിയിട്ടുണ്ടോ കുടുങ്ങും. ഏതെങ്കിലും അർത്ഥത്തിൽ മക്കൾ കുറ്റക്കാരായതുകൊണ്ടല്ല, അവർ മുഖാന്തരം അള്ളാഹു നമുക്ക് തിരിച്ചു പണി തരും. 2 ഏക്കർ വിറ്റിട്ട് മോൾ MBBS പഠിപ്പിച്ച് ഗൾഫിൽ പറഞ്ഞയച്ചു, വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ. ഉമ്മ സ്ട്രോക്കായിട്ട് കിടപ്പിലായപ്പോൾ ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ മോള് വന്നില്ല. അങ്ങനെ മാനസികമായിട്ട് തളർന്നൊരു വാപ്പ അടുത്തിടെ എൻ്റെ വാലിൻ്റെ സദസ്സിൽ വന്ന് കരഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 ഏക്കർ ഭൂമി, 2.25 ഏക്കറിന് മേലുള്ള ഭൂമി വിറ്റിട്ടാണ് അവൾ 1 കോടി രൂപ കൊടുത്തിട്ട് ദേർലഘട്ട അങ്ങ് മംഗലാപുരത്ത് എന്തോ ഏനപ്പോയ അങ്ങനത്തെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ കൊണ്ട് MBBS പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, നല്ല നിലക്ക് പഠിപ്പിച്ച് ഗൾഫിൽ നല്ലൊരു ജോലി, നല്ല പുയ്യാപ്പള്ളിയും കെട്ടിച്ചു കൊടുത്തു. 4-4.5 ലക്ഷം രൂപ മാസം ശമ്പളമുണ്ട്. ആ സമയത്താണ് എൻ്റെ ഭാര്യ, ഓൾഡ് അമ്മ, ഈ മകളുടെ MBBSകാരിയുടെ ഉമ്മ സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലാക്കുന്നത്. ഒന്ന് വരുമോ ഒന്നും മാനെ പരിചരിക്കാൻ? അബ്ബാസ് എന്ന വാപ്പ പറഞ്ഞു, ഉസ്താദ് എനിക്ക് ഒറ്റ മോളാണ്, അതുകൊണ്ട് മോളെ വിളിച്ച് 1 മാസം ലീവ് എടുത്തു വാ, ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ട്. മോള് പറഞ്ഞു, വാപ്പ ഇപ്പോൾ നാട്ടിൽ വരാൻ പറ്റൂല, എൻ്റെ പ്രമോഷൻ്റെ സമയമാണ്, ഇപ്പം ഞാൻ ഇവിടെ എന്നാൽ എനിക്ക് ശമ്പളം കൂട്ടിക്കിട്ടും, അതുകൊണ്ട് ഇപ്പം ഞാൻ നാട്ടിൽ വരൂല, ഇപ്പം വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. 3 മാസം കൊണ്ട് ഉമ്മ മരണപ്പെട്ടു. ഇയാളുടെ ഭാര്യ മരിച്ചു. അന്ന് മാനസികമായിട്ട് തകർന്ന് തരിപ്പണായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പൊന്നാർ ഉസ്താദ്, അള്ളാൻ്റെ ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഉസ്താദ്. ആ വിഷയം പറയുമ്പോഴാണ് ഞാനത് എൻ്റെ ജീവിതം ഞാൻ ഓർത്തത്. മോൾ 6ാം ക്ലാസ് വരെ മദ്രസ പഠനം കൊടുത്തു. 7ാം ക്ലാസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അള്ളാൻ്റെ ദീൻ പഠിപ്പിക്കൽ നിർത്തിയിട്ടുണ്ട്. അൽ ജന്നത്തോ തഹ്ത അഖ്ദാമിൽ ഉമ്മയാണ് ബാപ്പയാണ് ഏറ്റവും വലുത്. അത് മതകലാലയത്തിൽ നിന്ന് പഠിപ്പിക്കുന്നതാണ്. അള്ളാന്റെ ദീനിലെ ഉമ്മാനോട് ബാപ്പയോടുള്ള ബാധ്യത, അവരാണ് ഏറ്റവും വലുതെന്ന് പഠിപ്പിക്കുന്നത്. അത് മതപഠനശാലയിലാണ്. അത് വേണ്ടേ വേണ്ട, എന്റെ മകൾക്ക് ഭൗതികത മാത്രം മതി, എന്റെ മകന് ഭൗതികത മാത്രം മതി എന്ന് കരുതിയ അള്ളാഹു ഇത് കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണേ. കാലാകാലം നമ്മുടെ ബിസിനസ് നിലനിൽക്കുമെന്ന് കരുതണ്ട. കാലാകാലം ആരോഗ്യം നിൽക്കൂല. കാലാകാലം നമ്മുടെ സമ്പൽ സമൃദ്ധിയില്ല. വയസ്സാകും, പ്രായം വരും, രോഗം വരും, കഷ്ടതകൾ വരും, ഫലാരിഷ്ടതകൾ വരും. ആ സമയത്ത് അള്ളാഹു നമുക്ക് തിരിച്ചടി തന്ന കരയേണ്ടി വരും വാപ്പാ, അന്ന് കരയേണ്ടി വരും ഉമ്മ. അതുകൊണ്ട് ആയ കാലത്തൊക്കെ ദീനിന്റെ കാര്യത്തിലൊക്കെ ഒരു 1ാം സ്ഥാനം കൊടുത്തു. മതപഠനം ഒരു നിലക്കും നിങ്ങൾ എന്താ പറയാ മാറ്റിവെക്കേണ്ടതല്ല. ഭൗതികത നഷ്ടപ്പെടുകയല്ല. ഞാൻ പറയുന്നത് മക്കളെ ഭൗതികം പഠിപ്പിക്കേണ്ട എന്നല്ല, നല്ല പോലെ പഠിപ്പിക്കണം മക്കളെയൊക്കെ. ഓലെ കാലിലെ ചോപ്പ് മാറുന്ന സമയം നോക്കി കെട്ടിച്ചു വിടണോ നല്ല ഇസ്ലാം പറയുന്നത്. അവർക്ക് നല്ലതായിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം, എഡ്യൂക്കേഷൻ കൊടുക്കണം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. തങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മുടെ പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. ഒരുപാട് മഹതിമാർ ഉന്നതമായ ദീനും ഭൗതികതയൊക്കെ പഠിച്ച് എത്രയോ ആലിമത്തുകളായ മഹത്തുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തോ. MBBS BDS അതല്ല എഞ്ചിനീയറിങ്ങോ അതല്ല മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾ ധാരാളമുണ്ട് അല്ലേ. ലാബ് ടെക്നീഷ്യൻ ഉണ്ട്, പല പല കോഴ്സുകളുണ്ട്. ഏതെങ്കിലും നല്ല നല്ല കോഴ്സുകളൊക്കെ ചൂസ് ചെയ്തോ. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട് കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക്, അതല്ല ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾക്ക് സിവിൽ സർവീസ് മേഖലയുണ്ട്, PSCയുടെ മറ്റു റൂട്ടുകളുണ്ട്. എങ്ങനെ ആയാലും കുഴപ്പമില്ല, പക്ഷെ അള്ളാഹിൻ്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ദുനിയാവിൽ നഷ്ടം വരും.